ഹായ് ഫ്രണ്ട്സ്, ലിസ്റ്റേഴ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒഴിച്ചു കൂട്ടാൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും വീഡിയോ മുഴുവനും കാണണം, സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലോട്ട് നമുക്ക് പോകാം. അതിനായി 2 തക്കാളി, 2 സവാള, മുരിങ്ങയ്ക്ക, 2 പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ എടുത്തു. 1 കപ്പ് തേങ്ങ തിരിങ്ങിയതും എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇടുക. എന്നിട്ട് 2-3 കഷ്ണം കൊച്ചുള്ളി ഇടുക, ചെറിയ ജീരകം ഇടുക, ഒരിച്ചിരി മല്ലിപ്പൊടിയും അല്പം മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചു നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ഇനി ചൂടായി വരുമ്പോഴത്തേക്കിന് അതിനകത്ത് എണ്ണ ഒഴിക്കാം. ചൂടായി വരുന്ന എണ്ണയിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിക്കുക. കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു അല്പം ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഒഴിച്ചുകറിക്ക് ഉലുവ ചേർക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഫ്ലേവർ ഒഴിച്ചുകറിക്ക് നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും. ഉലുവ നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് ഒരല്പം ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റുക. സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം. അതിന് ശേഷം അതിനകത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. സവാള ഇപ്പോൾ ഒരല്പം വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മുരിങ്ങക്കായും ഒക്കെ ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കായ ഇട്ട് അതും ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കാം. നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ സവാളയും മുരിങ്ങക്കായും തക്കാളിയും എല്ലാം ഒരു പരുവത്തിന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. ഒത്തിരി വെള്ളം വേണ്ട, ഒരു ചെറിയ കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഒഴിച്ച് വെച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. മുരിങ്ങയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് പിന്നെ അതിലേക്ക് അരപ്പിടാമല്ലോ. അപ്പോൾ നന്നായിട്ട് വെന്ത് വരട്ടെ. ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടത്. ഒരു 2-3 മിനിറ്റ് ആയപ്പോഴത്തേക്കിന് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മുരിങ്ങയ്ക്കൊക്കെ നല്ല പരുവത്തിനായിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതലൊന്നും വേകാൻ പാടില്ല. കാരണം കറി തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കിന് മുരിങ്ങയ്ക്ക അല്ലെങ്കിൽ വെന്തളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പൊഴിച്ച് നന്നായിട്ട് ഇളക്കി പാകത്തിന് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് ആവശ്യത്തിന് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ സവാളയ്ക്കകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വഴറ്റാൻ നേരത്ത്. ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്ത് ഉപ്പ് പരുവത്തിന് നോക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുക. തിളച്ച് വരാൻ വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കറി തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയ ഒഴിച്ചുകറി തയ്യാറായിട്ടുണ്ട്. നല്ല കുറുകിയ ചാറാണ്. നല്ല ഒഴിച്ചുകറിയായത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, ബൈ. താങ്ക് യു.